നമസ്കാരം. ഇന്ന് വിശുദ്ധ ബൈബിളിലെ ക്രിസ്തു നൽകിയ ഒരു ഉപമയാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 45-46 വാക്യങ്ങൾ. പിന്നെയും സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യം. അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയേറെ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി. ഇതാണ് ആ വാക്യം. നല്ല മുത്ത് എന്ന് പറയുന്നത് നല്ല രത്നങ്ങളാണ്. അതന്വേഷിക്കുന്ന വ്യാപാരിയെ പറ്റിയുള്ളൊരു ഉപമയാണ് യേശു ജനങ്ങളോട് പറഞ്ഞത്. സ്വർഗരാജ്യം നല്ല രത്നങ്ങൾ അന്വേഷിക്കുന്ന വ്യാപാരിയോട് സമമാണ്. അനർഹമായ ഒരു രത്നം കണ്ടെത്തുമ്പോൾ ആ കച്ചവടക്കാരൻ പോയി തനിക്കുള്ള സർവ്വ വസ്തുവും വിറ്റ് അത് വാങ്ങുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന വസ്തുത സ്വർഗരാജ്യത്തെ ഉപമിച്ചിരിക്കുന്നത് ആ മുത്തിനോടാണ്. ഒരു രത്നവ്യാപാരി മേന്മയേറിയ ഒരു രത്നം കണ്ടാൽ മറ്റുള്ളതൊക്കെ വിറ്റിട്ട് അത് വാങ്ങും. ആ വ്യാപാരി തൻ്റെ കൈവശമുള്ള വസ്തുക്കൾക്കല്ല പ്രഥമസ്ഥാനം കൊടുക്കുന്നത്. അതെല്ലാം കൊടുത്താൽ തനിക്ക് സമ്പാദിക്കുന്ന അമൂല്യ രത്നം, അതാണ് ആ മുത്ത്. അതുപോലെ ഓരോ മനുഷ്യനും അവനോടുകൂടിയുള്ള ലൗകിക വസ്തുക്കൾക്കല്ല പ്രഥമസ്ഥാനം കൽപ്പിക്കേണ്ടത്. ഇത് വിറ്റിട്ട് അവന് സമ്പാദിക്കാവുന്ന സ്വർഗരാജ്യമെന്ന രത്നം, സ്വർഗരാജ്യമെന്ന മുത്താണ് നമ്മളെല്ലാം അന്വേഷിക്കേണ്ടത്. പാപത്തിൽ നിന്ന് മാറി നേരായ നന്മയുടെ പാതയിൽ നമ്മൾ സഞ്ചരിക്കണം എന്നുള്ളതാണ് ക്രിസ്തു ഓരോ ഉപമയിലൂടെയും മനുഷ്യവർഗത്തിന് നൽകിയ